ഡിയർ വൺസ്, എല്ലാവർക്കും ടൂസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഏറെ കാത്തിരുന്ന ഒരു വാർത്തയാണ് ഈ തവണത്തെ സെറ്റ് എക്സാമിനേഷൻ എന്നായിരിക്കുമെന്ന്. ഏകദേശം നമ്മൾക്കൊരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു, ജൂലൈ മാസത്തിലായിരിക്കും ഈ പരീക്ഷ എന്ന്. നമ്മുടെ പ്രതീക്ഷകൾ പോലെ തന്നെ 2024 രണ്ടാമത്തെ പരീക്ഷ, ഒരു പരീക്ഷ നമുക്ക് ജനുവരിയിൽ കഴിഞ്ഞു. സെക്കൻഡ് എക്സാമിനേഷൻ നടക്കാനായിട്ട് പോകുന്നത് ജൂലൈയിലാണ്. സോ അതിന്റെ നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിട്ടുണ്ട്. ഏവർക്കും അറിയുന്നത് പോലെ തന്നെ സെറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു പരീക്ഷയാണ്. LBS സെന്റർ നടത്തുന്ന ഒരു പരീക്ഷയാണ് സെറ്റ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഈ എക്സാം എഴുതാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷനും BEdും ഉണ്ടായിരിക്കണം. അതിൽ പോസ്റ്റ് ഗ്രാജുവേഷനിൽ നമുക്ക് 50% ഓഫ് മാർക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ ചില പോസ്റ്റ് ഗ്രാജുവേഷൻ എക്സാമിനേഷൻസിന്റെ കൂടെ BEd വേണം എന്ന നിർബന്ധം ഇല്ല. അതായത് നമ്മുടെ MCA പോലത്തെ കോഴ്സ്, MCA പോലത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് BEd ആവശ്യം ഇല്ല. ഇനി നിങ്ങൾക്ക് ഈ അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേഷനും BEdും ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന നിലയിലാണെങ്കിൽ നിങ്ങൾക്ക് ഇനി പറയുന്ന പ്രകാരമാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും. പോസ്റ്റ് ഗ്രാജുവേഷൻ എക്സാമിനേഷൻ ഉള്ളവർ BEdന്റെ അവസാന വർഷ വിദ്യാർത്ഥിയാണെങ്കിൽ അവർക്ക് പരീക്ഷ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ അവസാന വർഷ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് അവർക്ക് BEd ഉണ്ടെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഈ മേൽപ്പറഞ്ഞ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ സെറ്റിന്റെ റിസൾട്ട് വന്ന് നിങ്ങൾ പാസ് ആയിട്ടുണ്ടെങ്കിൽ വിത്തിൻ 1 ഇയറിനുള്ളിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ റിസൾട്ട് അംഗീകരിക്കപ്പെടുത്തുള്ളൂ. അല്ലാത്ത പക്ഷം അത് അസാധുവായി പോകുന്നതായിരിക്കും. അപ്പോൾ www.lbscenter.kerala.government.in എന്ന് പറയുന്ന വെബ്സൈറ്റ് മുഖേന നിങ്ങൾക്ക് ഏപ്രിൽ 15 വരെ ഈ പറയുന്ന എക്സാമിനേഷന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ജനറൽ OBC വിഭാഗക്കാർക്ക് 1000 രൂപയും SC/ST ഫിസിക്കൽ ഡിസേബിലിറ്റി ഉള്ളവർക്ക് 500 രൂപയുമാണ്. ഫിസിക്കൽ ഡിസേബിലിറ്റി ഉള്ളവരും SC/STക്കാരും അവരുടെ ജാതി തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റും അതേപോലെ OBC വിഭാഗക്കാര് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റും കയ്യിൽ കരുതണം. അത് തന്നെ നോൺ ക്രീമി ലെയർ എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് 2023 മാർച്ച് 17-നും 2024 ഏപ്രിൽ 15-നും ഇടയിൽ ലഭിച്ചതായിരിക്കണം. ഇവ സെറ്റ് പരീക്ഷ പാസ്സാകുന്ന പക്ഷം ഇതിന്റെ ഒറിജിനൽ ഹാജരാക്കിയാൽ മതിയാകും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ അവൈലബിൾ ആണ്. നമ്മുടെ സ്റ്റേറ്റ് എലിജിബിലിറ്റി എക്സാമിനേഷൻ ജൂലൈ 2024 ആണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 16/3/2024 മുതലാണ്. അത് ക്ലോസ് ചെയ്യുന്നത് 15/4/2024 വരെയാണ്. ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാനുള്ള സൗകര്യം എന്ന് പറയുന്നത് ഏപ്രിൽ 17-ാം തീയതി വരെയാണ്. ഇനി നമ്മൾ സമർപ്പിച്ചിട്ടുള്ള ഈ ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും എഡിറ്റിംഗ് ഒക്കെ വേണമെങ്കിൽ ഏപ്രിൽ 18-ാം തീയതി മുതൽ ഏപ്രിൽ 18-ാം തീയതി രാവിലെ 11 മണി മുതൽ ഏപ്രിൽ 20-ാം തീയതി വരെ മിഡ്നൈറ്റ് വരെ നമുക്ക് ഇതിന്റെ എഡിറ്റിംഗ് പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. എന്നാണ് പരീക്ഷ അല്ലെങ്കിൽ എന്നാണ് ഹാൾ ടിക്കറ്റ് അവൈലബിൾ ആകുന്നത്, ഈ ഡേറ്റുകളെല്ലാം പിന്നീട് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ OBCക്കാര് പ്രത്യേകം ശ്രദ്ധിക്കുക. അവർ നോൺ ക്രീമിയിലെ സർട്ടിഫിക്കറ്റ് അവരുടെ കയ്യിൽ കരുതേണ്ടത് മാർച്ച് 17, 2023-നും ഏപ്രിൽ 20, 2024-നും ഇടയിലുള്ള കാലയളവിലെ നോൺ ക്രീമിയിലെ സർട്ടിഫിക്കറ്റ് വേണം അവര് അപേക്ഷിക്കാനായിട്ട്. അതുപോലെ അവസാന വർഷ PG BEd വിദ്യാർത്ഥികൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഫസ്റ്റ് ഇയർ PG, ഫസ്റ്റ് ഇയർ BEd വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുന്നതല്ല. പിന്നെ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഏത് റിസർവേഷൻ കാറ്റഗറി ആണെന്ന് കൃത്യമായി നിങ്ങൾ അതിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി ആപ്ലിക്കേഷൻ ഒക്കെ കൊടുത്തു എക്സാം ഒക്കെ എഴുതാൻ തയ്യാറായിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മളൊരു കാര്യം കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. ടൂസ് അക്കാഡമിയിൽ സെറ്റിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ബാച്ച് നമ്മൾ ഓപ്പൺ ആക്കുന്നുണ്ട്. ജനറൽ പേപ്പറും അതുപോലെ തന്നെ കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ്, ബോട്ടണി, സുവോളജി, ഇംഗ്ലീഷ്, എക്കണോമിക്സ്, മലയാളം, കോമേഴ്സ് എന്നീ എല്ലാ സബ്ജക്റ്റുകളിലും നമ്മൾ കോച്ചിങ് അവൈലബിൾ ആക്കുന്നുണ്ട്. അതുപോലെ നമ്മളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മോക്ക് ടെസ്റ്റുകളും നമ്മുടെ ടീച്ചേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള പേഴ്സണൽ കെയറും ഒരു സപ്പോർട്ടുമാണ്. നമ്മളുടെ ഒരു പേഴ്സണൽ കെയർ എന്ന് പറയുന്നത് വെറുതെ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷൻസ് മാത്രമല്ല. നിങ്ങൾ പഠിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മെന്റലി അല്ലെങ്കിൽ നിങ്ങളൊന്ന് മോട്ടിവേറ്റ് ആകുന്ന രീതിക്ക് നിങ്ങൾക്ക് ഒരു
പ്രശ്നമുണ്ട്. അങ്ങനത്തെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും പഠന സംബന്ധമായിട്ടുള്ള എന്ത് സഹായങ്ങൾക്കും നമ്മൾ ടീച്ചേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സുകൾ ആയത് കാരണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നമ്മുടെ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. നമ്മൾ വൺസ് നമുക്ക് ക്ലാസ് അപ്ലോഡ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻഡ് ഓഫ് ദി എക്സാമിനേഷൻ വരെ നിങ്ങൾക്ക് ഈ ക്ലാസ്സസ് റിപ്പീറ്റ് ചെയ്ത് കാണാനും വീണ്ടും വീണ്ടും അവസരം ലഭിക്കുന്നതായിരിക്കും. അതേപോലെ നോട്ട്സ് നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട്. ഈ സെയിം നോട്ട്സ് നമ്മൾ നിങ്ങൾക്ക് വാട്സാപ്പിലും അയച്ചു തരും. അപ്പോൾ നിങ്ങൾക്ക് ഈ സെറോക്സ് കോപ്പി എടുക്കാനും കോപ്പി ചെയ്യാനും ഒക്കെ എളുപ്പമായിരിക്കും. അതേപോലെ റെക്കോർഡഡ് ക്ലാസ്സുകളാണ് എന്ന് വിചാരിച്ച് ഒരു ലൈവ് ഇൻറ്ററാക്ഷൻ ഇല്ലാന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ലൈവ് സെക്ഷൻസ് കണ്ടക്ട് ചെയ്യും. അതേപോലെ ഏറ്റവും വലിയ നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ റിസൾട്ടുകളാണ്. നമ്മളൊരു റിസൾട്ട് ഓറിയൻറ്റഡ് കോച്ചിങ് ആണ്. നമ്മളുടെ ആഗ്രഹം അത് തന്നെയാണ്. നമ്മളെ വിശ്വസിച്ച് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വരുന്ന എല്ലാവരെയും ക്വാളിഫൈഡ് ആക്കി വിടണം എന്ന ആഗ്രഹമാണ് നമുക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും തന്നെ നമ്മുടെ കോച്ചിങ് എന്ന് പറയുന്നത് ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് കോച്ചിങ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ബേസിക് ലെവൽ ക്ലാസ് മുതൽ അഡ്വാൻസ്ഡ് ലെവൽ ക്ലാസ്സസ് വരെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം സെറ്റ് എക്സാമിനേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ്റെ പാറ്റേൺസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും അതിൻ്റെ ഒരു ലെവൽ ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിങ്ങളെ കേപ്പബിൾ ആക്കാനായിട്ട് അത്രയും ഡിഫിക്കൽട്ട് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ നിങ്ങളെ കേപ്പബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബേസിക് മുതൽ അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് ക്ലാസ്സസ് വരെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എൻറ്റയർ സിലബസ് കവർ ചെയ്യും. അത് ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നമ്മൾ എൻറ്റയർ സിലബസ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. ഇൻസ്റ്റാൾമെൻറ്റ് പേയ്മെൻറ്റ് സൗകര്യവും ഉണ്ടായിരിക്കും. സോ അപ്ലൈ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അപ്ലൈ ചെയ്തതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് കോച്ചിങ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.